നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും കറക്റ്റ് ട്രാക്കിലാണോ, പ്രോപ്പർ വേയിലാണോ നടക്കുന്നത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ മേ ബി എന്തെങ്കിലും പഠിക്കുന്നതാവാം. അതെല്ലാം പ്രോപ്പർ ട്രാക്കിലാണോ പോകുന്നത്, നമുക്ക് പ്രോഗ്രസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി മെത്തേഡ് നമുക്കിന്ന് ചെയ്യാം. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാണ്. അതായത് നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യണം ഈച്ച് മന്ത്. അതായത് നമ്മൾ ഓരോ മന്തും എൻഡ് ചെയ്യുന്ന ടൈമിൽ, നമ്മൾ ഒരു ന്യൂ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കാം, കഴിഞ്ഞ മന്തിൽ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണോ എന്ന് അറിയാണ്ട് ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളൊരു എഴുതാൻ തന്നെ വേണം. ജസ്റ്റ് ഒരു ബുക്കും ഒരു പെന്നും എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ മന്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അച്ചീവ് ചെയ്തത് ജസ്റ്റ് ഒന്ന് അത് മാത്രം എടുത്തെഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഫുൾ ആയിട്ട് എഴുതാം. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് നോട്ട് ചെയ്യാണ് ചെയ്തത്. ഇനി നമ്മൾ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്തത് അത് ഓരോന്നായിട്ട് എഴുതിയിട്ട് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ഇനി എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, ഓക്കെ, അങ്ങനെ കുറച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുൾ എഴുതാം. അതിനുശേഷം നമ്മൾ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതെടുത്ത് എഴുതുക. എന്തുകൊണ്ട് പറ്റിയില്ല, എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോൾട്ട് സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇനി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് ഫുള്ള് എഴുതാം. ഒരിക്കലും കള്ളത്തരം കാണിക്കരുത്. അതായത് അത് നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം വേണം. ഉള്ള ആളുകൾക്ക് ഉള്ള സംഭവമാണ് മടി. ഈ ഒരു മടി കൊണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം. സോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങളെ പറ്റി നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. മിസ്റ്റേക്സ് എഗെയിൻ വീണ്ടും വരാതെ ട്രൈ ചെയ്യണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി അറിയാൻ നമ്മൾ തന്നെ അതിനെ ഫുള്ള് ഡീപ്പായിട്ട് ഈ ഒരു രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് അനലൈസ് ചെയ്യാം. അതായത് നമ്മൾ അപ്പോൾ ചെയ്യുന്നത് ഫുൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല, ബെറ്റർ ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിലുള്ള ചേഞ്ചസ് മനസ്സിലാവും. നമ്മൾക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതർവൈസ് നമ്മൾ എവിടെയാണോ സ്റ്റക്ക് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ സ്റ്റക്ക് ആയിരിക്കേണ്ടി വരും. സോ ബെറ്റർ ഡു വാട്ട് യു വാണ്ട് വിത്തൗട്ട് കൺസിഡറിങ് വാട്ട് അതർ പീപ്പിൾ ആർ സേയിങ്.